അബൂതാലിബിന് സംഭവിച്ചതാണ് പേരോടിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ പേരോടിന്റെ മകൻ പറഞ്ഞത്? എന്താണ് അത് ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ കുരുവട്ടൂരി നൗഷാദ് റസൂൽ ഇവിടെ വന്നത്? മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ആളുകളെ എടുത്ത് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണോ ദുആ ചെയ്യുന്നത്? ഈ സമസ്ത വിഭാഗങ്ങളിൽ ഏറ്റവും പഴച്ച വിഭാഗം AP വിഭാഗമാണ്. മറ്റേത് ഇത്ര തന്നെ പഴച്ചിട്ടില്ല. പേരോടിന്റെ സ്വന്തം മകനുണ്ട്, വേറൊരു ഇന്റർനാഷണൽ ദായിയായി വരാൻ പോകുന്ന ആളാണ്. അയാൾ ഇതിനെക്കാട്ടി സ്ട്രോങ്ങാ, കടുത്ത വഹാബി. അവനെ KNM എടുക്കും തോന്നുന്നില്ല, ചേകനൂരിൽ കൊണ്ടാക്കേണ്ടി വരും. കേട്ടു നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നൗഷാദ് അഹ്സനി പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ, അദ്ദേഹം വഹാബിസത്തിൽ നിന്നും വിട്ടു, അതായത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്, ചേകന്നൂരിസത്തിൽ കൊണ്ടാക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ് നൗഷാദ് അഹ്സനി പറയുന്നത്. സത്യത്തിൽ ഇത്രക്ക് വലിയ പിഴച്ച വാദം, അതായത് ഇവരുടെ വാദപ്രകാരം വഹാബികൾ പിഴച്ച ആളുകളാണ്, ബിദഈകളാണ്. അതുപോലെ ചേകന്നൂരി എന്ന് പറഞ്ഞാൽ അതിലേക്കും വലിയ പിഴച്ച ആളുകളാണ്. അപ്പോൾ അതിനേക്കാൾ പിഴച്ച ഒരു വാദമാണ് പേരോടിൻ്റെ മകൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പിഴച്ച വാദം എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ? നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്. അപ്പൊ ചിലർക്കൊരു സംശയം, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ ഞങ്ങളെ സ്മരിക്കുന്ന മാസല്ലേ ഇപ്പൊ എല്ലാവരും മൊയ്ദി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു സമയമല്ലേ? നിങ്ങളല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവോട് സഹായം തേടോ. അതല്ലേ ഖുർആനും പറഞ്ഞത്. പിന്നെന്തിനാ മൊയ്ദി ശൈഖിനോട് ചോദിക്കുന്നത്? നമ്മളാരും മൊയ്ദി ശൈഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാറില്ല, ഒരു ബദരിയോടും ചോദിക്കാറില്ല, ഒരു നേതാക്കളോടും ചോദിക്കാറില്ല. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ദുആ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നൗഷാദ് അഹ്സനിക്ക് പറ്റാതിരുന്നത് ഇതാണ് എന്നുള്ളതാണ്. നൗഷാദ് അഹ്സനി പറയുന്നൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം. ദുആ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ട് പിന്നെ അമ്പിയാ ഔലിയാക്കളോട് തേടുന്നില്ല എന്നാ. അത് കഴിഞ്ഞ് പിന്നെ നേർക്ക് നേരെയുള്ള തേട്ടമാണ് ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പാടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ പേരോടിൻ്റെ മകൻ മുഹമ്മദ് എന്ന് ആണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ വലിയ എന്തോ ഒരു പിഴച്ചൊരു സിദ്ധാന്തമായിട്ട് വന്നിക്കണു. അതാണിപ്പോൾ നൗഷാദ് അഹ്സനി എന്ന കുരുവട്ടൂർ ഇവിടെ ആകെ കലക്കി മറിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതിയത്. സത്യത്തിൽ കേട്ടു നോക്കുമ്പോൾ പിന്നെ എന്താണ് നൗഷാദെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് ഒന്ന് പറയേണ്ടതുണ്ടല്ലോ. അള്ളാൻ്റെ റസൂൽ ഇവിടെ വന്നത് മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ആളുകളെ എടുത്ത് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണോ, ദുആ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണോ? നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അതായത് മുൻനിർത്തിയിട്ടൊന്നുമല്ല, ഇത് തവസ്സുലൊന്നുമല്ല, നേർക്ക് നേരെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തുടങ്ങിയത് തന്നെ അങ്ങനെ ഒരു പാട്ടും പാടിയിട്ടാണെന്നല്ലേ പറഞ്ഞു. നിങ്ങളെ പാട്ട് അതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ പാട്ടേ അറിയുള്ളൂ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പ് ആ ഒരു പാട്ട് ഉദ്ദേശിച്ചുകൊണ്ടും ആ ഒരു പാട്ട് പാടിക്കൊണ്ടും തന്നെയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ പേരോടിൻ്റെ മകൻ പറഞ്ഞത്? എന്താണ് അത് ഖണ്ഡിച്ചുകൊണ്ട് ഇവിടെ കുരുവട്ടൂരി നൗഷാദ് പറയുന്നത്? ഇവർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലടക്കം കാണിച്ച, കുറച്ച് മുമ്പേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിലടക്കം കാണിച്ച ഈ പിഴച്ച സിദ്ധാന്തം അല്ല എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സുകൾ റബ്ബൈതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ഈ പറയുന്നത് കുരുവട്ടൂരി നൗഷാദ് പറയുന്ന ആ ഒരു കാര്യമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വേറെ ആരുമില്ല, ബദരീങ്ങളെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നും പറഞ്ഞിട്ട് കുഞ്ഞിക്കോയത്തങ്ങൾ, നിങ്ങൾക്ക് ഖലീൽ ബുഖാരി ആയിരിക്കും, കുഞ്ഞിക്കോയത്തങ്ങൾ, ഈ കുഞ്ഞിക്കോയത്തങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്. ഈ കുഞ്ഞിക്കോയത്തങ്ങൾ മാത്രമാണ് പറഞ്ഞത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ, ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത
കിട്ടാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ, അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല, ഞാൻ വളരെ പാപിയാണ്. ശാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ മകൻ പറഞ്ഞിട്ടില്ലേ, നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത്. അതുപോലെ തന്നെ പകരം മുഹമ്മദ് ഹസനി പറഞ്ഞിട്ടില്ലേ, പകരം മുഹമ്മദ് ഹസനിയൊക്കെ പറയുന്നത് മൗലൂദിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം. ഏത് അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ സങ്കടവും പറയുന്ന ഒരു ഏരിയയാണ് അഷ്റഖ് എന്ന ഖസീദ. അതിൽ കുറേ സങ്കടം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട്. ആ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് ടൈമില്ല. ചൊല്ലുമ്പോൾ ഓരോന്നിൻ്റെയും കൂടെ നമ്മുടെ മനസ്സിലെ വേവലാതികളും ദുഃഖങ്ങളും ഓരോന്നോരായി കൊണ്ടുവരെ. യാ നബി സലാം, പടച്ചോനെ പകർസാൻ്റെ വാളിൽ മുത്തുനബിയെ തങ്ങൾ പലതും ചെയ്തത് കേൾക്കുന്നു, ഞാൻ കടക്കാരനാണ്, പരിഹാരം വേണം, എനിക്ക് തഖ്വയില്ല, തഖ്വ തരണം, എനിക്ക് സ്വലാഹില്ല, സ്വലാഹ് തരണം, ഈമാൻ പൂർത്തിയാക്കി തരണം തുടങ്ങിയ വേവലാദികൾ കൈ കാണിച്ച് നബിയോട് പറ, ഒരു തെറ്റുമില്ല. ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഒരു വീഡിയോ നമുക്ക് വേറെ വരുന്നുണ്ട്, കൂടെ കാണിക്കുന്നില്ല. അതുപോലെ എത്ര മൊയ്ലിയാക്കന്മാരാണ് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തൊക്കെ തട്ടിപ്പുമായിട്ടാണ് നടന്നത്. ഏറ്റെടുക്കണേ പാപ്പ, ഈ മദ്രസ ഏറ്റെടുക്കണേ പാപ്പ, എല്ലാ കാര്യം ഫതഹായി കൊടുക്കണേ പാപ്പ, എല്ലാ മുറാദുൽ ഹാസിലായി കൊടുക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മദ്രസ കബൂലാക്കണേ പാപ്പ, ഞങ്ങളെ മുഅ്മിനീങ്ങളെ കൂട്ടി പെടുത്തണേ പാപ്പ, ആക്കിബത്ത് നന്നാക്കി തരണം പാപ്പ, ആക്കിബത്ത് നന്നാക്കണേ പാപ്പ, നമ്മളെ ഖബറിനെ നമ്മൾ വിശാലമാക്കി തരണം പാപ്പ, അർശിന്റെ തൊള്ളാവുട്ടണേ പാപ്പ. ഇപ്പോ ഒരാൾ വന്നിട്ട് ഇവിടെ തൗഹീദ് പറഞ്ഞപ്പോൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആ ഒരു ഖുർആൻ വാക്യം അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചോളിയും, മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട. മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ നമ്മൾ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളെ പൂർവികരായ ഏതോ വട്ടന പൊട്ടന എഴുതിയതാണ്, വാട്ടന്മാർ തന്നെയാണ്. ഏതോ ബഹിജ കിതാബിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് ഈ കേരളത്തിൽ തിരിച്ചങ്ങായി അത് എഴുതി വെച്ചത്. ഏതാണ്? അവർ സ്വന്ന ബെയ്ത്തിന്നും ബഹിജ കിതാബിന്നും അങ്ങീനെ തക്മീല അതെന്ന് സ്വന്നോവർ എന്ന് പറഞ്ഞാൽ ആ ബഹിജ മാല, അതൊരു മാലപ്പാട്ടാണ്. അല്ലാതെ സൊഹൈൽ ബുഖാരിയും സൊഹൈൽ മുസ്ലിമും അല്ല, ഇത് മുത്തഫഖുൻ അലൈഹിയൊന്നും അല്ല, അല്ലെങ്കിൽ സിയാഉൽ സിത്തയിൽപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും അല്ലായിരുന്നു. അത് തൊള്ളമ തോന്നിയത് പാടിയതാണ്. ആ തൊള്ളമ തോന്നിയത് പാടിയ ആ സാധനം അത് ഈ അടുത്ത കാലത്ത് വരെ ആളുകൾ ഉമ്മാമ്മമാർ പാടിക്കൊണ്ട് നടന്നിരുന്നു, മൊയ്ലിയാക്കന്മാർ പാടിപ്പിച്ചും കൊണ്ട് നടന്നിരുന്നു. ഇപ്പോൾ ബുർദ എന്ന പേരിൽ ആ പാട്ടിനെ തന്നെ വീണ്ടും കൊണ്ടുവരാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ദായിമാരുടെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നിന്ന് എടുത്തെറിയപ്പെടുകയാണ്. എന്നാൽ ഈ AP വിഭാഗം എന്ന് പറയുന്നത് ഈ സമസ്ത വിഭാഗങ്ങളിൽ ഏറ്റവും പഴച്ച വിഭാഗം AP വിഭാഗമാണ്. മറ്റേത് ഇത്ര തന്നെ പഴച്ചിട്ടില്ല. അപ്പോൾ ഈ പഴച്ച വിഭാഗം വീണ്ടും ദിനം പ്രതി ഓരോ ദിവസവും ഓരോ പിഴച്ച വാദങ്ങളിലേക്ക് ഇങ്ങനെ എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഒരു പേക്കാൻ കുറച്ച് പിന്നിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേപ്പിക്കാൻ മുന്നിലുണ്ട് എന്നും പറഞ്ഞിട്ടാണ് കുരുവട്ടൂരികൾ ഇറങ്ങിയിട്ട് അതിനെ വീണ്ടും പിഴവിൽ നിന്നും പിഴവിലേക്ക്, പണ്ട് ഒരു പകരേ ഉണ്ടായിരുന്നുള്ളൂ, പകര പിന്നെ അനങ്ങിയ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കുറേയൊക്കെ മാറി അതിനെടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. ഇവർ പുറത്തേക്ക് വെച്ചപ്പോഴോ ഉള്ളിലുള്ളതിനെക്കാട്ടിലും വലിയ ഷർറാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. AP വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പയച്ചത്, അതിലും പയച്ച കുരുവട്ടൂരികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് സൃഷ്ടികളിലേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരുവട്ടൂരി ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളെ സഹായിക്കണേ, നേരിട്ട് നിമിത്തൊന്നോടല്ല. നിമിത്തൊക്കെ വേറുണ്ട്, തപസ്സില്ല, ഞങ്ങൾ പിന്നെ പഠിപ്പിക്കാം. ഇത് ഡയറക്റ്റാ.
ഞങ്ങൾക്ക് നേർക്ക് നേരെ സഹായം വേണം. എന്തേ പറയാൻ കുറ്റിയുറപ്പില്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാത്. മാറി നിൽക്ക്. വാജിർനീ, ഞങ്ങളെ കാക്കണേ. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് കാക്കുന്ന റസൂലേ. വനജ്ജിഹി മിൻ ലദാ, വനജ്ജിനി എന്നുണ്ട്, വനജ്ജിഹി എന്നുണ്ട്. നജ്ജിഹി എന്ന് പറഞ്ഞാൽ ആ ഫുആദിനെ, അതാണ് എന്നെ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നജ്ജിനി എന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ എന്നെ കാക്കണേ, മിൻ ലദാ, നരകത്തിൽ നിന്ന് കാക്കണേ മുഹിയുദ്ദീൻ ശൈഖിനോട്. അത് തന്നെ ഫഅഗ്ഥിനി വാജിർനി യാ മുജീറു മിനസ് സഈരി. കഴിഞ്ഞിട്ടില്ല. യാ ഗിയാസി യാ മലാദി, എന്റെ അഭയകേന്ദ്രമായ, എന്റെ സഹായത്തിന്റെ അവലംബമായ കേന്ദ്രമായ റസൂലേ. ഫീ മുലിമ്മാത്തിൽ ഉമൂരി, എല്ലാ അടങ്ങാറിന്റെ സമയത്തും, എല്ലാ മുസീബത്തിന്റെ നേരത്തും, എല്ലാ ബുദ്ധിമുട്ടിന്റെ നേരത്തും ഞങ്ങൾക്ക് കാവല് തരണേ എന്ന് പറയാൻ പറ്റുന്ന സുന്നി, ആ സുന്നിയാണ് നമുക്ക് വേണ്ടത്. രണ്ടും പറയാൻ കഴിയണം. എന്നാൽ പേരൂടിൻ്റെ മകൻ അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനാണ്. അതുപോലെ തന്നെ ഫത്വൽ മുഈൻ പോലെയുള്ള, ജലാലൈനി പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഓതിപ്പടിച്ച ആളാണ്. അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവുമെങ്കിലും തൗഹീദ് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പേരോടിന് ഇന്നും ഒരു തോണിയിൽ കാലിടാൻ പറ്റിയിട്ടില്ല. മൂപ്പര് 3 തോണിയിലോ 4 തോണിയിലോ കാലിട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. പടച്ചമ്പരം കൊടുത്തിരിക്കുന്നത് 2 കാലാണ്. മൂപ്പര് 3-4 തോണിയിലാണ് കാലിട്ടും കൊണ്ട് കിടക്കുന്നത്. എങ്ങനെയാണെങ്കിലും നടക്കട്ടെ. ഈ ഒരു അവസ്ഥയിൽ പറയുവാനുള്ളത് അബൂതാലിബിന് സംഭവിച്ചതാണ് പേരോടിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അള്ളാഹു തൗഫീക്ക് കൊടുക്കും കൂടി വേണേ ഇത് ഇഖ്റാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ തൽക്കാല ദുനിയാവിലെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു എങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. എല്ലാ സത്യങ്ങളും ഹുസൈൻ സലഫിയെ പോലെയുള്ള ആളുകൾ നാദാപുരത്ത് വെച്ചിട്ട് നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും തല തിരിഞ്ഞുകൊണ്ട്, മുഖം തിരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ തൗഹീദിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അഹദാനിയത്തിൽ നിന്ന് അദ്ദേഹം സിറാജുൽ ഹുദയും കെട്ടിപ്പിടിച്ച് താങ്ങിപ്പിടിച്ച് ഉന്തിത്തള്ളിയും കൊണ്ട് നടക്കുകയാണ്. എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടും ഇവിടെ നേരത്തെ എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മളൊരു വീഡിയോ കാണിച്ചിരുന്നു. ഒരു മരണപ്പെട്ടു പോയ മസൂദ് സക്കാഫി പറയുന്ന ഇബ്ലീസും ഫിർഔനും തമ്മിലുള്ളൊരു സംസാരത്തിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ ആയിരുന്നു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു. ഇബ്ലീസ് വന്നിട്ട് ഫിർഔനോട് പറഞ്ഞു, ഫിർഔനെ, ഞാനൊരിക്കലും റബ്ബാണെന്നൊരു വാദം ഞാൻ വാദിച്ചിട്ടില്ല. ഇബ്ലീസ് പറയാ, റബ്ബാണെന്ന് ഞാൻ വാദിച്ചിട്ടില്ല. ഇബ്ലീസോട് റബ്ബാന്ന് വാദിച്ച്. പക്ഷെ നിങ്ങള് എന്റെ അപ്പുറം കടത്തി വെട്ടി, അന റബ്ബുക്കുമുല്ലാല, നിങ്ങള് റബ്ബാന്ന് മാത്രല്ല പറഞ്ഞു, റബ്ബുക്കുമുല്ലാല, നിങ്ങള് വല്യമ്പുരാന് ഞാനാണ്. നിങ്ങൾ വല്ലാത്തൊരു സംഗതിയാണ്. ഞാനിങ്ങനെ വഴികെട്ട രീതിയിൽ അള്ളാഹു തആലയോട് കിബ്റ് നടിച്ച് ഞാനിങ്ങനെ ഒന്ന് പുറത്തായി പോന്നു. ഞാൻ അങ്ങനെ കുറെ ആൾക്കാരെ പല രൂപത്തിലും ഭാവത്തിലാക്കിയെങ്കിലും അവരോടൊന്നും ഞാൻ റബ്ബാണെന്നൊരു വാദം ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനല്ല, നിങ്ങളത് തുറന്നു പറഞ്ഞു. അപ്പൊ ഫിർഔൻ ഇങ്ങനെ തോന്നി, സംഗതി ശരിയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഞാൻ തിരുത്തിയാലോ, ഒന്ന് നന്നായാലോ? ഇബ്ലീസ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയുമ്പോഴേക്കും നന്നാകുക, നിങ്ങളെ പിന്നിൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ കൂടാനുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതിന് മാറിയാൽ നിങ്ങൾക്ക് ഒരാൾ പോലും പിന്താങ്ങാണ്ടാകൂല, അത് ഉറച്ചു നിന്നോളൂ. ഇപ്പ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിന്നോളൂ. അതുകൊണ്ടാണ് ഈ മിസ്റിലെ ജനത മുഴുവനും നിങ്ങളെ പിന്നാലെ അടിയുറച്ചു നിൽക്കുന്ന, അവരൊക്കെ പ്രശംസിക്കുന്നത്, അവർ നിങ്ങളെയും പിന്താങ്ങി നടക്കുന്നത്. ഫിർഔൻ ചോദിച്ചു, എന്നാ പിന്നെ അങ്ങനെ തന്നെ നിൽക്കല്ലേ? അങ്ങനെ തന്നെ നിൽക്ക. അതിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതിൽ പറയുന്നത് എന്താണ്? ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഞാനെന്നാ ഇതങ്ങോട്ട് തിരിച്ച് പറഞ്ഞാലോ എന്ന് ഫിർഔൻ പറയുമ്പോൾ ഇബ്ലീസ് പറയണേ പറയേണ്ട, സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. എന്തായാലും അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഈ സമസ്ത പൗരോഹിത്യത്തിനും വന്നു പോയിട്ടുള്ളത് എന്നാണ്. ഇവർ യാഥാർത്ഥ്യം പറഞ്ഞു പോയാൽ ഇന്നെല്ലാവരും കൈയൊഴിയും, എൻ്റെ സമ്പാദ്യം അടഞ്ഞു പോകും, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇരിക്കുന്നത്. എന്നാൽ ഇവർ പിഴപ്പിച്ച് കളയുന്ന ജനങ്ങളുടെ, മരിച്ചുപോയ ആളുകളുടെ, മരിക്കാനുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ചിന്തിക്കണില്ല. പേരോടിൻ്റെ മകന് ആ ഒരു ഭയമുള്ളത് കൊണ്ട് അള്ളാനെ പേടിണ്ടെങ്കിലുള്ളതൊക്കെ വിളിച്ചു പറയാൻ കഴിയുക. ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു
വഹദാനിയത്തിനെതിരായിക്കൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടുവാനോ അല്ലല്ലാത്തവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുവാനോ അതുപോലെ മാല മൗലൂദുകളും അതുപോലെയുള്ള പിഴച്ച സിദ്ധാന്തങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഷിദ്ധമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പോലും വാരിപ്പുണർന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ, പേരോടിൻ്റെ മകനെ പോലെയുള്ള ആളുകളുടെ വാക്കുകളെങ്കിലും ഒരു നിമിഷം ശ്രദ്ധിക്കുക എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.